വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്ന സമയത്ത്, നമ്മളെയൊക്കെ ചിരിപ്പിച്ച കഥകൾ എഴുതുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ കരയാറുണ്ടായിരുന്നു എന്നാണ്. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് നമ്മളെ ചിരിപ്പിച്ച കഥകളും കഥാസന്ദർഭങ്ങളുമൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ ഒരുക്കി വെച്ചിരുന്നത്. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം ഇങ്ങനെ വായിക്കാം. ഭാര്യയും വൈക്കം മുഹമ്മദ് ബഷീറും തമ്മിലുള്ള സംഭാഷണമാണ്. പലപ്പോഴും വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെയാണല്ലോ കഥ എഴുതുന്നത്. ഉറുമ്പിനെയും ചിതലിനെയും കൊല്ലണം എന്ന് പറഞ്ഞ ഭാര്യയോട് ബഷീർ പറയുന്നുണ്ട്, ഹിംസ എനിക്ക് വയ്യ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മളും ഉപദ്രവിക്കണം, അത് വേണ്ട. ദൈവം തമ്പുരാൻ എന്ന് പറയും, സ്നേഹത്തോടെ പെരുമാറുക. എനിക്ക് ഈ പ്രപഞ്ചങ്ങളെയെല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഞാനും മക്കളുമാണ് പ്രപഞ്ചം എന്ന് വിചാരിച്ചാൽ മതി, മുഷിയരുത്, അത്രയ്ക്ക് ചെറുതാവാൻ വയ്യ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ, എത്ര സുന്ദരമായിട്ടാണ് ആ എഴുത്ത്. ഒരു ലോകത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ കരഞ്ഞുകൊണ്ട് എഴുതിയ കഥകളാണ് പലപ്പോഴും നമുക്ക് ചിരി നൽകിയത്.